കെമിസ്ട്രി പ്രാക്ടിക്കലിന്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ 3 മണിക്കൂറിൽ 40 മാർക്കിന്റെ എക്സാം ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH in the whole of the given solution. You are provided with a standard solution of HCl containing 3.7 gram per liter. സോ 15 മാർക്കിന്റെ ടൈട്രേഷൻ ആണ്. NaOHന്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻ HCl ആണ്. മക്കളെ, ഇതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ആദ്യ 5 മിനിറ്റിൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ആ എഴുതി കൊടുക്കുന്നതിന് നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഏതാണ്, അതേപോലെ ഏത് സൊല്യൂഷന്റെ മാസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾ എടുത്ത് എഴുതിയിരിക്കണം. ബ്യൂററ്റിൽ ഏതാണ് എടുക്കുന്നത്, പിപ്പറ്റിൽ ഏത് സൊല്യൂഷൻ ആണ് എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് എഴുതണം. ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. NaOHും HClഉം കമ്പൈൻ ചെയ്ത് NaClഉം വാട്ടറും ഫോം ചെയ്യുന്നതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നിങ്ങൾ എഴുതിയിരിക്കണം. അതേപോലെ ബ്യൂററ്റിൽ ഇവിടെ എടുക്കുന്നത് HCl ആണ്, അത് ഉണ്ടായിരിക്കണം. പിപ്പറ്റിൽ നമ്മൾ എടുക്കുന്നത് NaOH ആണ്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഫിനോൾഫ്തലീൻ ആണ്. എൻ പോയിന്റിൽ കളർ ചേഞ്ച് പിങ്ക് ടു കളർലെസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങളുടെ പ്രിൻസിപ്പിളിലും പ്രൊസീജിയറിലും. അതേപോലെ തന്നെ ടൈട്രേഷൻ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. കാൽക്കുലേഷൻസ് വളരെ പെർഫെക്റ്റ് ആയിരിക്കുക. അടുത്ത ചോദ്യം: ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർ ദ അബോവ് എസ്റ്റിമേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും 3 മാർക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ: അനലൈസ് ദ ഗിവൻ സോൾട്ട് ആൻഡ് ഐഡന്റിഫൈ ആൻഡ് കൺഫേം സിസ്റ്റമാറ്റിക്കലി ദി ആനയോൺ ആൻഡ് കാറ്റയോൺ പ്രസന്റ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് ഒരു സാൾട്ട് തന്നിട്ടുണ്ട്, അതിൽ പ്രസന്റ് ആയിരിക്കുന്ന ആനയോണെയും കാറ്റയോണെയും ഐഡന്റിഫൈ ചെയ്യാനാണ്. 16 മാർക്കാണ് ലഭിക്കുക അനാലിസിസിന്. ആൻഡ് നെക്സ്റ്റ് വൺ വൈവയാണ്. വൈവയ്ക്ക് 2 മാർക്കാണ്. എക്സാമിനർ നിങ്ങളെ അനലൈസ് ചെയ്യുന്നത് അവിടെയാണ്. ആൻഡ് റെക്കോർഡ് ബുക്കിന് 4 മാർക്ക്.